ഹായ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ നമുക്ക് അധികം താമസിയാതെ തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസ് ആയിരുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസ്? അരിത്തമെറ്റിക് മീൻ, മീഡിയൻ ആൻഡ് മോഡ്. മീൻ, മീഡിയൻ, മോഡ്, 3 കാര്യങ്ങളാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസ്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അരിത്തമെറ്റിക് മീൻ എന്താന്ന് പറഞ്ഞു, അതെങ്ങനെയാണ് കാണുന്നത് എന്നും പറഞ്ഞു. അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ ഫോർമുലയും ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ ഫോർമുലയും നമ്മൾ പഠിച്ചു അല്ലെ? അപ്പൊ ഇന്ന് രണ്ടാമത്തെ ഏതാണ്? മീഡിയൻ. മീഡിയൻ മീഡിയൻ ആണ് നമ്മൾ എന്താണെന്ന് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. പൊതുവെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏകദേശം സ്കോഴ്സിന്റെ സെൻട്രലിലേക്ക് ഒരു ചായ്വ് അല്ലെ, സെൻട്രലിലുള്ള സ്കോർ ആവാനുള്ള ഒരു ടെൻഡൻസി, അതിനെയാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അപ്പൊ അതിലെ 3 ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് വിളിക്കപ്പെടുന്ന 3 പേരെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ ആളെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, രണ്ടാമത്തെ ആള് മീഡിയൻ. ഈ ടേമിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം മീഡിയൻ എന്ന് പറയുമ്പോൾ ഏകദേശം മിഡിലിൽ കിടക്കുന്ന സ്കോർ അല്ലെ. നമ്മൾ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ NH നിങ്ങൾ നോക്കി കഴിഞ്ഞാല് മീഡിയനുകൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. മീഡിയനുകൾ എവിടെ വെക്കുന്നത്? റോഡിന്റെ സൈഡിലാണ് വെക്കുക. സാധാരണഗതിയിൽ റോഡിന്റെ സെൻട്രലായിരിക്കും വെക്കുക. പ്രത്യേകിച്ചും വീതി കുറഞ്ഞ റോഡ്, അത് നല്ല റഷ് ഉള്ള റോഡാണെങ്കിൽ, ഇപ്പൊ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ വടക്കുന്നാഥന്റെ അമ്പലത്തിന്റെ അവിടേക്കാ പോകുന്ന വഴിയിലൊക്കെ ചെറിയ റോഡാണ്, പക്ഷെ എന്താണ്, നല്ല തിരക്കുള്ള റോഡാണ്. അപ്പോൾ ട്രാഫിക് ജാം ആവാതിരിക്കാനായിട്ട് മീഡിയനുകൾ സ്ഥാപിച്ചിട്ടുണ്ടാവും. എവിടെയാണ് മീഡിയനുകൾ സ്ഥാപിച്ചിട്ടുള്ളത്? ആ റോഡിന്റെ നടുവിലായിട്ട്. അപ്പൊ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മിഡിൽ സ്കോർ. അത് തന്നെയാണ് ഇവിടെയും നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഇനി എങ്ങനെ നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കും? അപ്പൊ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയ്ക്ക്, അതായത് റോ ഡാറ്റയ്ക്ക് എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. നമുക്ക് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? കുറച്ച് സ്കോഴ്സ് തരും അല്ലെ. ആ സ്കോഴ്സ് തന്നു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതാം. അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാം. എന്നിട്ട് അതില് മിഡിലിൽ കിടക്കുന്ന സ്കോറാണ് എന്ത്? മീഡിയൻ. അത്രയേ ഉള്ളൂ. അപ്പൊ ഇതിനെ പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു ഫോർമുലയില്ല. നമ്മൾ മീനിനെ കാണാനായിട്ട്, അരിത്തമെറ്റിക് മീൻ കാണാനായിട്ട് നമ്മളൊരു ഫോർമുല പഠിച്ചിരുന്നു. എന്തായിരുന്നു? സം ഓഫ് ദി സ്കോഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ദി സ്കോഴ്സ് അല്ലെ. തന്നിട്ടുള്ള സ്കോഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. മീഡിയന് ആ പരിപാടി ഇല്ല. എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണ്? സ്കോറുകളെ നമ്മൾ എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതണം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, അസെൻഡിങ് ഓർഡറിൽ എഴുതിക്കോളൂ. അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് അങ്ങനെ എഴുതിക്കോളൂ. അതല്ലേ നമുക്ക് എളുപ്പം, തെറ്റാതെ ഇരിക്കാൻ. അപ്പൊ തന്നിട്ടുള്ള സ്കോഴ്സിന് നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യാ? മിഡിലിൽ കിടക്കുന്ന സ്കോർ എടുക്കുക. മീഡിയൻ അല്ലേ, അപ്പൊ മിഡിലിൽ കിടക്കുന്ന സ്കോർ എടുക്കുക. ആൻസർ മീഡിയൻ ഈസ് ഈക്വൽ ടു ആൻസർ. അപ്പൊ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? അപ്പൊ ഫോർമുല എന്ന് പറയാനായിട്ട് അതിനൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഞാൻ കുറച്ച് സ്കോഴ്സ് തരാം. 26, 25, 32, 18, 19, 42, 37. ഇതാണ് തന്നിട്ടുള്ള സ്കോഴ്സ്. എന്നിട്ട് പറയാണ് നമ്മുടെ അടുത്ത് മീഡിയൻ കാണാനായിട്ട്. ഇതാ സ്കോഴ്സ് തന്നിട്ടുണ്ട്, മീഡിയൻ കാണാൻ പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഓടിപ്പോയിട്ട് നടുവിലുള്ള സ്കോർ എടുത്ത് എഴുതരുത്. അതിനു മുന്നേ മീഡിയന് ഫോർമുല ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഓടിപ്പോയിട്ട് സെന്ററിലുള്ള സ്കോർ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. എന്ത്? വളരെ ഈസി ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഈ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പൊ സാധാരണഗതിയിൽ എക്സാമിന് എന്ത് ചെയ്യും? മീഡിയൻ കാണാൻ പറയുമ്പോൾ ഈസി ആയിട്ടുള്ള പ്രോബ്ലം ഓടിപ്പോയിട്ട് നമ്മൾ ചെയ്യും. ആ സ്കോർ അങ്ങോട്ട് എഴുതും. അതിൽ നടുവിൽ കിടക്കണ 18 ആയിട്ട് മീഡിയൻ എഴുതും. അപ്പൊ എന്തുണ്ടാവും? അത് തെറ്റും. അപ്പൊ ശ്രദ്ധിക്കുക, മീഡിയൻ എന്ന് പറയുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിക്ക് ഫോർമുല ഇല്ലാത്തത് കൊണ്ട് എന്തോ അവിടെ ഒരു വശപ്പിശകുണ്ട്. എന്താണ് ആ വശപ്പിശക്? അതൊന്ന് ഓർത്ത് വെക്കുക. അവനെ നമ്മള് ഫോർമുല ഇല്ലാണ്ട് ഓടിപ്പോയിട്ട് സെൻട്രലിലുള്ള ആ ഒരു സ്കോർ എഴുതിയ ഭയങ്കര ഈസി. അപ്പോ
അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അസെൻഡിങ് ഓർഡറിൽ എഴുതാം. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാം. നോക്കിക്കോളൂ. ആദ്യത്തെ നമ്പർ ഏതാ? 18, 19, പിന്നെ 25, 26, പിന്നെ 32, then 37, 42. ഓക്കെ അല്ലേ? 18, 19, 25, 26, 32, 37, 42. അസെൻഡിങ് ഓർഡർ ആയി. തിരിച്ചു എഴുതാം. ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാം കേട്ടോ. അപ്പൊ എങ്ങനെ വരും? 42 ആദ്യം വരും, 42, 37, 32, 26, 25, 19, 18. ഇങ്ങനെ എഴുതിയത് തിരിച്ച് ഇങ്ങോട്ട് എഴുതാം. അത്രയേ ഉള്ളൂ. അറിയാലോ. ഇനി എന്താ ടാസ്ക് ഉള്ള? ഒന്നുമില്ല. ആ മിഡില് കിടക്കുന്ന സ്കോർ അങ്ങോട്ട് എടുക്കുക. ആരാണ് മിഡില് എടുക്കുന്നത്? 1, 2, 3, 4, 5, 6, 7. അപ്പൊ ഇതായി വരും അല്ലെ? അപ്പൊ മീഡിയൻ ഇസ് ഈക്വൽ ടു എത്രയാണ്? 26. കഴിഞ്ഞു. 2 മാർക്ക് കിട്ടി. ഓക്കെ. അപ്പോ വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. തെറ്റിക്കുന്നത് എവിടെയാണ്? അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ നിങ്ങൾ മറക്കും. അപ്പൊ അത് മറക്കരുത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. മീഡിയൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ തരുമ്പോ 2 മാർക്കൊക്കെ തരുമ്പോ വെറുതെ മിഡിലെ സ്കോർ എഴുതിയ ഒരു 2 മാർക്ക് തരുമോ? ഇല്ല. അപ്പൊ അതിലൊരു നിങ്ങൾക്കൊരു ചെയ്യാനായിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത് അതിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇത് കാണുന്ന ആൾക്കാർക്ക് അപ്പൊ വേണമെങ്കിൽ ഒരു സംശയം തോന്നാം. ഒരു പ്രോബ്ലം കൂടെ ഞാൻ തരാം. അല്ലെങ്കിൽ വേണ്ട, ഈ പ്രോബ്ലം തന്നെ വെച്ചിട്ട് നമുക്ക് 37 എന്ന സ്കോർ ഇല്ലാന്ന് വെക്കാം. അപ്പൊ എത്ര സ്കോറായി? എത്ര സ്കോർ ആണുള്ളത്? നോക്കൂ. 26, 25, 32, 18, 19, 42 അല്ലെ? ഇതെല്ലാം മാറ്റാം. ഇത്രയും സ്കോറുകളാണ് തന്നിരിക്കുന്നത്. 26, 25, 32, 18, 19, 42. ഈ സ്കോറുകളുടെ മീഡിയൻ കാണാൻ പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും? ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് മിഡില് സ്കോർ എടുത്ത് എഴുതാൻ പാടില്ല. എന്ത് ചെയ്യണം? അവനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം. അത് എഴുതാം. 18, 19, 25, 26, 32, 42. ഓക്കെ അല്ലെ? 18, 19, 25, 26, 32, 42. ഇനി എന്ത് ചെയ്യണം? മിഡിലെ സ്കോർ എടുക്കണം അല്ലെ? മിഡിലെ സ്കോർ എടുക്കാൻ നോക്കിയപ്പോൾ 3, 4, 5, 6. മിഡിലെ സ്കോർ ഇല്ല. ഇവനെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ സമ്മതിക്കും. ഇവൻ പറയും ഞാനും മിഡിൽ തന്നെയാണ്. അപ്പൊ എന്തായി? പ്രോബ്ലം വന്നു അല്ലെ? കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എന്തായിരുന്നു? 7 സ്കോർസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് 3 ഇപ്പുറത്തേക്കും തള്ളി, 3 അപ്പുറത്തേക്കും തള്ളി, നടുവിൽ ഒരുത്തനുണ്ടായിരുന്നു. ഇവിടെയോ 6 സ്കോർ ആണുള്ളത്. ഈവൺ നമ്പർ ആണ് സ്കോർസ് ഉള്ളത്. അപ്പൊ നമുക്ക് മിഡിലില് ഒറ്റയ്ക്ക് ഒരാളെ എടുക്കാൻ പറ്റില്ല അല്ലെ? ഇവര് രണ്ടുപേരും സമ്മതിക്കില്ല. 25 എടുത്താൽ 26 തല്ലുണ്ടാക്കും, 26 എടുത്താലോ 25 തല്ലുണ്ടാക്കും. അപ്പൊ രണ്ടുപേരും നമ്മൾ എന്ത് ചെയ്യണ്ട? വിഷമിപ്പിക്കണ്ട. നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ടുപേരുടെയും ഏവറേജ് കാണാം. എന്ന് പറഞ്ഞാൽ എന്താ? 25 + 26 ഡിവൈഡഡ് ബൈ 2. ഇത്രേ ഉള്ളൂ. ഈസി അല്ലേ? അപ്പൊ മീഡിയൻ ഇസ് ഈക്വൽ ടു എത്രയാണ്? 25 + 26 ഡിവൈഡഡ് ബൈ 2. എത്രയാണ്? 51 ഡിവൈഡഡ് ബൈ 2 which is equal to അല്ലേ? അപ്പൊ ഇങ്ങനെയും ചോദിക്കാം നിങ്ങളെ പറ്റിക്കാനായിട്ട് കേട്ടാ. അപ്പൊ ഓഡ് നമ്പർ ഓഫ് സ്കോർസ് ആണെങ്കിൽ അത് നിങ്ങൾ നോക്കൊന്നും വേണ്ട. നിങ്ങൾ തന്നിട്ടുള്ള സ്കോർസിനെ എന്ത് ചെയ്യുക? അസെൻഡിങ് ഓർഡറിൽ എഴുതുക. നടുവില് ഒറ്റയ്ക്ക് ഒരുത്തനായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ മീഡിയൻ ഇസ് ഈക്വൽ ടു ആ സ്കോർ. അത് ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ, അതായത് 1, 3, 5, 7, 9, 11 അങ്ങനെയുള്ള എണ്ണത്തിലാണ് ആ സ്കോർസ് എങ്കിൽ നമുക്ക് നടുവിൽ ഒരുത്തനെ കിട്ടും. മറിച്ച് ഈവൺ നമ്പർ ഓഫ് സ്കോർസ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്കോർസിന്റെ എണ്ണം ഈവൺ നമ്പർ ആവുക. അതായത് 1, 2, 3, 4, 5, 6, 8, 10, 12, 14 അത്രയൊക്കെയാണ് സ്കോർസിന്റെ എണ്ണമെങ്കിൽ നമുക്ക് സെൻട്രൽ ആയിട്ട് ഒറ്റ സ്കോർ ആയിട്ട് കിട്ടില്ല. ഇതുപോലെ 2 സ്കോർ വരും. അപ്പോ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. ആ പ്രൊസീജിയറിനൊന്നും മാറ്റില്ല. അസെൻഡിങ് ഓർഡറിൽ എഴുതുക. എന്നിട്ട് നടുവിലുള്ള 2 സ്കോറിനെ ഇങ്ങോട്ട് എടുക്കുക. അവന്റെ ആവറേജ് കാണാം. ആവറേജ് കാണാന്ന് എന്താ? എത്ര സ്കോർ ഉണ്ടോ അവനെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് ബൈ 2 ചെയ്യുക. അപ്പൊ 25, 26. 25 + 26 ഡിവൈഡഡ് ബൈ 2. 2 ആയതുകൊണ്ട് അല്ലെ? അപ്പൊ ഇത് കൂട്ടി കഴിയുമ്പോ 51/2
25.5. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ അല്ലെങ്കിൽ ഒരു റോ ഡാറ്റയുടെ മീഡിയൻ കാണാനുള്ള ഫോർമുല. ഇങ്ങനെയാണ് ഫോർമുല അല്ല, ഇങ്ങനെയാണ് മീഡിയൻ നമ്മൾ കാണുക. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന് ഫോർമുല ഇല്ല. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് അസെൻഡിങ് ഓർഡർ, അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് വേണം മിഡിൽ സ്കോറിനെ എടുക്കാനായിട്ട്. മിഡിൽ സ്കോറിന് ഇല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ നടുവിലുള്ള രണ്ട് സ്കോഴ്സിന്റെ ആവറേജ് കാണുക. അത്രയേ ഉള്ളൂ. അതാണ് മീഡിയൻ ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. അപ്പൊ ഇനി നമുക്ക് ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ കാണണം അല്ലെ. അപ്പൊ അവനൊരു ഇത്തിരി ചെറിയ ഒരു ഫോർമുല ഉണ്ടാവും. അപ്പൊ നമുക്കത് നോക്കിയാലോ. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ്ഡ് ഡാറ്റയ്ക്ക് മീഡിയൻ കാണാനായിട്ട് ഒരു കുഞ്ഞു ഫോർമുല ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. നമ്മള് അരിത്മെറ്റിക് മീൻ കാണാനായിട്ട് ഒരു ചെറിയൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു അരിത്മെറ്റിക് മീൻ കാണാനുള്ള ഫോർമുല? സിഗ്മ എക്സ് എഫ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ അല്ലെ. അതറിയാം നമുക്ക്. അപ്പൊ മീഡിയന്റെ ഫോർമുലയോ രണ്ടാമത്തെ ആളായതുകൊണ്ട് കുറച്ചും കൂടെ വലുപ്പമുണ്ട്. നമുക്ക് ആ ഫോർമുല ഒന്ന് നോക്കാം. മീഡിയൻ ഇസ് ഈക്വൽ ടു LM plus n/2 minus CFM divided by FM into I. വലിപ്പം കണ്ട് പേടിക്കേണ്ട, സിമ്പിൾ ആണ്. എന്താണെന്ന് പറഞ്ഞത് നോക്കൂ. മീഡിയൻ ഇസ് ഈക്വൽ ടു LM. ആ ലെറ്റർ ഉപയോഗിച്ചിരിക്കുന്നത് സ്മോൾ ലെറ്റർ ഒക്കെ സ്മോൾ ലെറ്റർ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. LM എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോവർ ലിമിറ്റ് ഓഫ് ദി മീഡിയൻ ക്ലാസ്. LM എന്ന് പറഞ്ഞാൽ എന്താണ്? LM ഈസ് ലോവർ ലിമിറ്റ് ഓഫ്, ആരുടെ ലോവർ ലിമിറ്റ് ആണ്? മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞുതരാം. എന്തായാലും ഓരോ നൊട്ടേഷൻസ് ഏതാണെന്ന് പറയാം. ഇനി അടുത്തത് എന്താ? N ഈസ് എന്താ നമുക്ക് അറിയാവുന്നതാണ്, ടോട്ടൽ ഫ്രീക്വൻസി. N ഈസ് ടോട്ടൽ ഫ്രീക്വൻസി. അടുത്തതോ CF അല്ലെ. C.F. CF എന്ന് പറഞ്ഞാല് അത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അതിന്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് CF എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ CFM എന്ന് പറയുമ്പോഴോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അപ് ടു ദി മീഡിയൻ ക്ലാസ്. ഓഫ് ദി മീഡിയൻ ക്ലാസ് അല്ല, അപ് ടു ദി മീഡിയൻ ക്ലാസ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി up to the median class. Up to the median class. And FM. FM എന്ന് പറയുമ്പോൾ F എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ള F എന്തായിരുന്നു? ആ ടേബിളിൽ വന്നിരുന്നത് F is the frequency. അപ്പോൾ ഇവിടെ FM എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ഓഫ് ദി മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി തന്നെയാണ്. ഫ്രീക്വൻസി ഓഫ് ദി മീഡിയൻ ക്ലാസ്. ഇവിടെ ഒരു സ്മോൾ ഐ ഉണ്ട് അല്ലെ. ചിലടത്ത് സി ഉപയോഗിക്കണ കാണാം. സി ഉപയോഗിക്കാറുണ്ട്, സ്മോൾ ലെറ്റർ സി. രണ്ടായാലും കുഴപ്പമില്ല, നിങ്ങൾ ഏതാ പഠിച്ചിരിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം. അറിയാത്തവര് ഇത് ഉപയോഗിച്ചോളൂ. സ്മോൾ ഐ. സ്മോൾ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈസ് ഓഫ് ക്ലാസ് ഇന്റർവൽ. അതായത് നമ്മള് 0 to 10, 10 to 20 ഇങ്ങനെ ക്ലാസ് ഇന്റർവൽ വരുമ്പോ അതിന്റെ സൈസ് അല്ലെങ്കിൽ ക്ലാസ് വിഡ്ത്ത്, അതായത് നിങ്ങൾ മിഡ് പോയിന്റ് ഇവിടെ നോക്കി കഴിഞ്ഞാല് 5, 15, 25 എന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്? 10 ആണ് അല്ലെ. അതിനെയാണ് നമ്മൾ ക്ലാസ് ഇന്റർവെലിന്റെ സൈസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ക്ലാസ് വിഡ്ത്ത് എന്ന് പറയാറുണ്ട്. അപ്പൊ I എന്ന് പറയുന്നത് എന്താണ്? സൈസ് ഓഫ് ക്ലാസ് ഇന്റർവെൽ അല്ലെങ്കിൽ ക്ലാസ് വിഡ്ത്ത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ മിഡ് പോയിന്റ്സിന്റെ ഡിഫറൻസ്. ഓക്കെ, ഇതിന്റെ ഡിഫറൻസ് നോക്കി കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാവും അല്ലെ. 10 - 0 എത്രയാ? 10. 20 - 10 എത്രയാ? 10. ഓക്കെ, അപ്പൊ അതാണ് I എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി മീഡിയൻ കാണുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 to 10, 11 to 20, 21 to 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡാറ്റ കണ്ടിന്യൂസ് അല്ല. ഇവിടെ 1 തൊട്ട് 10 വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഡാറ്റ ആ ഇന്റർവെല് കഴിഞ്ഞു. പിന്നെ 11 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാറ്റ ഏതാണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാറ്റനെ പറയാ ഇങ്ങനെ 0 to 10, 10 to 20, 20 to 30, 30 to 40. അപ്പൊ നിങ്ങൾ നോക്കൂ, കണ്ടോ, ഇവര് സെയിം ആയിരിക്കും.
ഇവര് സെയിം ആയിരിക്കും. അപ്പൊ അതൊന്ന് അറിഞ്ഞിരിക്കുക. മീഡിയനും മോഡും കാണാനായിട്ട് തന്നിട്ടുള്ള ഡാറ്റ കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് അല്ലാത്ത ഡാറ്റ വരുമ്പോൾ അതിന് ഒരു ചെറിയൊരു സൂത്രപ്പണി ഞാൻ പറഞ്ഞുതരാം, അതനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇത് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം, ഇനി അടുത്തതിലേക്ക് പോവാം. അതായത് ഫോർമുല ഒന്നുകൂടെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. എന്താ പറഞ്ഞത്? മീഡിയൻ ഈസ് ഈക്വൽ ടു LM പ്ലസ് LM എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. എഴുതി വരുമ്പോ ഇവരെ സ്നേഹിക്കരുത്. LM സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ നിൽക്കണം. LM എന്ന് പറയുന്നതാണ് ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. അപ്പോ മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയൻ ക്ലാസ് കാണാനായിട്ട് നമുക്കൊരു ഡാറ്റ തരുമല്ലോ. ഇത് ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ ഫോർമുലയല്ലേ. അപ്പൊ നമുക്ക് ഗ്രൂപ്പ്ഡ് ഡാറ്റ തരുമ്പോൾ അതിന്റെ ടോട്ടൽ ഫ്രീക്വൻസി നമുക്ക് അറിയാം. ടോട്ടൽ ഫ്രീക്വൻസി നിങ്ങൾ കണ്ടുപിടിക്കാൻ അവർ തന്നിട്ടുണ്ടാവും. ആ ടോട്ടൽ ഫ്രീക്വൻസിയിലെ ഹാഫ് കാണുക, അതായത് n/2 കാണുക. n എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഫ്രീക്വൻസി. അതിന്റെ ഹാഫ് കാണുക. ആ ഹാഫ് എത്രയാണോ, നമുക്ക് ആ n/2 എത്രയാണോ കിട്ടിയിരിക്കുന്നത്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 32 ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നമ്മുടെ ആ ടേബിളിലെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണും. അതിന്റെ ആ കോളത്തില് ഈ 32ന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്കോർ നോക്കി ആ ക്ലാസ് ആണ് മീഡിയൻ ക്ലാസ്. ഒന്നും മനസ്സിലായില്ലല്ലോ? വേണ്ട, എന്തായാലും ഇപ്പൊ ഇങ്ങനെ അറിഞ്ഞിരിക്കുക. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ അതാണ്. n/2 കണ്ടിട്ട് കണ്ടുപിടിക്കുന്ന ക്ലാസ് ആണ് എന്ത്? മീഡിയൻ ക്ലാസ്. ഇനി n ഈസ് ദി ടോട്ടൽ ഫ്രീക്വൻസി. n/2 നമ്മളിവിടെ കാണും, ആ സ്കോർ ഇവിടെ എഴുതിയാൽ മതി. മൈനസ് CFM. CF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. എന്താണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നുള്ളത് ഞാൻ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. ഫ്രീക്വൻസീസ് ഇങ്ങനെ ആഡ് ചെയ്ത് പോവുക, അതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അപ് ടു ദി മീഡിയൻ ക്ലാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മീഡിയൻ ക്ലാസിന്റെ തൊട്ട് മുന്നേ ഉള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് നമ്മൾ എടുക്കേണ്ടത്. ലാസ്റ്റ് FM. FM എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി ഓഫ് ദി മീഡിയൻ ക്ലാസ്. ഏതാണോ മീഡിയൻ ക്ലാസ് അതിന്റെ ഫ്രീക്വൻസി. അത്രയേ ഉള്ളൂ. I നമ്മൾ പറഞ്ഞു സൈസ് ഓഫ് ക്ലാസ് ഇന്റർവൽ അല്ലെങ്കിൽ ക്ലാസ് വിഡ്ത്ത്. അത് നമുക്ക് ആ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റും കൂടി കുറച്ച് കഴിഞ്ഞാൽ കിട്ടും. അത്രേ ഉള്ളൂ. അപ്പൊ ഫോർമുല ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മീഡിയൻ ഈസ് ഈക്വൽ ടു LM പ്ലസ് n/2 മൈനസ് CFM ഡിവൈഡഡ് ബൈ FM ഇൻറ്റു I. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ഒരു പ്രോബ്ലത്തിലേക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ ഫോർമുല മനസ്സിലായി അല്ലെ? ഇനി അത് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഫോർമുല കണ്ടപ്പോ തന്നെ ഇപ്പൊ തന്നെ തീരുമാനിച്ചു, ഓ ഇത് ചെയ്യുന്നില്ല എന്ന്. അങ്ങനെ ചെയ്യരുത്, ഇത് ഈസിയാണ്. ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നോക്കാം. ഡാറ്റ തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ആദ്യത്തെ ഡാറ്റ തന്നെ, അതായത് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ തയ്യാറാക്കിയ അരിത്തമെറ്റിക് മീൻ കണ്ടിട്ടുള്ള അതേ സെയിം ഡാറ്റ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്താണ് നമ്മുടെ ഡാറ്റ? 1 to 10, 11 to 20, 21 to 30, 31 to 40, 41 to 50. അതിന്റെ ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഡാറ്റ കണ്ടിന്യൂസ് ആണോ? അല്ല. കണ്ടിന്യൂസ് ആവണമെങ്കിൽ എന്താണ്? ഞാൻ പറഞ്ഞു ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്നത് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം. 0 to 10, 10 to 20, 20 to 30 ഈ ക്ലാസ് ഇന്റർവെല്ലിലെ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റിനെ കുറിച്ചിട്ടാണെങ്കിൽ ഒരു ഡൗട്ട് വരാം. അതൊന്ന് ക്ലിയർ ചെയ്ത് തരാം. 0 to 10 എന്നുള്ള ക്ലാസ് ഇന്റർവെല്ലിൽ നമ്മള് 0 തൊട്ട് 9 വരയ്ക്കുള്ള നമ്പറെ അതിലെടുക്കുള്ളൂ. ഇവിടെ 10 എന്താണ്? എക്സ്ക്ലൂഡഡ് ആണ്. അതുപോലെ 10 to 20 എന്ന ക്ലാസ് ഇന്റർവെല്ലിലെ 20 എക്സ്ക്ലൂഡഡ് ആണ്. അതായത് 10, 11, 12, 13, 14, 15, 16, 17, 18, 19 കണ്ടോ? 10 കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ 19 വരയ്ക്ക് 10 സ്കോർ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ഒരു ഡാറ്റ ആവുമ്പോൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി നിങ്ങൾ. എന്താണ്? അപ്പർ ലിമിറ്റ് എക്സ്ക്ലൂഡഡ് ആണ്. അതൊന്നും ഇനി ചിന്തിക്കണ്ട. ഞാൻ ഇനി സംശയമുള്ളവർക്ക് ഞാൻ പറഞ്ഞു തന്നത് മാത്രം കേട്ടോ. നമുക്കിപ്പോ ഇങ്ങനെ ഒരു ഡാറ്റയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, മീഡിയൻ കാണുമ്പോൾ ഡാറ്റ കണ്ടിന്യൂസ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നമുക്കൊരു സൂത്രപ്പണി ചെയ്യാനുണ്ട്. ഈ ഡാറ്റ നമ്മൾ കണ്ടിന്യൂസ് ആക്കണം. ആ ഒരു പ്രൊസീജിയറിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു സൂത്രപ്പണി ചെയ്താൽ മതി. ക്ലാസ് ഇന്റർവെൽ എഴുതിയിട്ടുണ്ട്, ഫ്രീക്വൻസി എഴുതിയിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുണ്ടാവും. നമുക്ക് തന്നെ ടോട്ടൽ ചെയ്തിടാം. ചിലപ്പോ അവര് ടോട്ടൽ ചെയ്ത് തരും അല്ലെ? 30. ചിലപ്പോ അവര് ടോട്ടൽ ചെയ്ത് തരും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. ഓക്കെ,
ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം തന്നെ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾ ഈ ടേബിള് ഒന്ന് വരച്ചു വെക്കുക, എന്നിട്ട് ഈ സ്കോറുകൾ എഴുതി വെക്കുക. എന്നിട്ട് റൈറ്റ് സൈഡില് അല്ലെങ്കിൽ താഴെയോ ആയിട്ട് മീഡിയൻ കാണാനുള്ള ഫോർമുല എഴുതി വെക്കുക. ഫോർമുലയ്ക്ക് മാർക്ക് ഉണ്ട്, തെറ്റുകൂടാതെ എഴുതി കഴിഞ്ഞാല് ഫോർമുലയ്ക്ക് മാർക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ഫോർമുല എഴുതാം. മീഡിയൻ ഇസ് ഈക്വൽ ടു LM plus N/2 minus CFM divided by FM into I. ഇതുപോലെ തന്നെ ബ്രാക്കറ്റ് ഇടണം കേട്ടോ, അല്ലെങ്കിൽ LM ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം കൂടി കുളമായി കിട്ടും. അപ്പൊ അതുകൊണ്ട് LM-നെ സെപ്പറേറ്റ് നിർത്തുക, പ്ലസ് ബ്രാക്കറ്റ് ഇത് ഇടുക, ഇൻറ്റു I ഇടുക. ഓക്കെ, ഇനി നമുക്കറിയാം എന്തായിരുന്നു ഇതിലെ LM കണ്ടുപിടിക്കണമെങ്കിൽ ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ് ആണ്. അപ്പൊ നമുക്ക് മീഡിയൻ ക്ലാസ് അറിയോ? അറിയില്ല. എങ്ങനെയാണ് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കുക? ഞാൻ പറഞ്ഞു N/2 കാണും. N/2 കാണും. N/2 എത്രയാണ്? N എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ് അല്ലെ? അപ്പൊ 30/2 എത്രയാ? 50. അത് അവിടെ ഇരിക്കട്ടെ. N/2 കണ്ടുവച്ചിരിക്കും. ഇനി നമുക്ക് എന്താണ്, ഒരു കോളം കൂടി ഉണ്ട്. ആരാണ്? നമ്മുടെ എഫ് മാത്രമല്ല, ഇവിടെ CF-ഉം കൂടി ഉണ്ട്. CF എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. കുറച്ചും കൂടെ അവന്റെ ഫുൾ നെയിം പറയുകയാണെങ്കിൽ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ലെസ് ദാൻ CF എന്ന് എഴുതാം. എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനത് പറഞ്ഞത് മാത്രം. എങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്? CF എന്ന് എഴുതിയാലും മതി കേട്ടോ. ഇവിടെ നമ്മൾ CF ആണ് യൂസ് ചെയ്യാറ്. ലെസ് ദാൻ CF ഉപയോഗിക്കുന്നില്ല. തിരിച്ചു വരുന്ന ഡാറ്റയിലാണ് ഗ്രേറ്റർ ദാൻ CF ഉപയോഗിക്കുന്നത്. ഓക്കെ, ലെസ് ദാൻ CF അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, അതാ ശ്രദ്ധിച്ചോളൂ. നമ്മുടെ ഈ ഫ്രീക്വൻസിനെ ഒന്ന് നോക്കിയേ. 1 to 10 വരെ സ്കോർ ഉള്ള ആൾക്കാർ എത്ര പേരുണ്ട്? 3 പേരുണ്ട് അല്ലെ? അത് ഇവിടെ തന്നെ അങ്ങനെ തന്നെ എഴുതാം. 3. ഇനി 3. ഇനി 1 തൊട്ട് 20 വരെ എത്ര പേരുണ്ട്? ഈ രണ്ട് കൂട്ടിനെ ആഡ് ചെയ്താ പോരെ? 3യുടെ കൂടെ 4 ആഡ് ചെയ്യണം. 3 plus 4 equals 7. 3ഉം 4ഉം ആഡ് ചെയ്യും. അടുത്തതോ 13 ആഡ് ചെയ്യാം അല്ലെ? 3 plus 4 plus 13 എത്രയാണ്? 20. അടുത്തതോ ഈ 7 ആഡ് ചെയ്യാം, 27. അടുത്തത് 30. കണ്ടോ? അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? ക്യുമുലേറ്റീവ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 3 എന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലെ നോക്കുകയാണെങ്കിൽ 1 to 10 വരേക്ക് സ്കോർ കിട്ടിയിരിക്കുന്നത് ആകെ 3 കുട്ടികളെ ഉള്ളൂ. കറക്റ്റ് ആണ്. ഇനി ഇവിടെ വരെ 1 തൊട്ട് 20 വരേക്കും സ്കോർ കിട്ടിയ കുട്ടികൾ എത്ര പേരുണ്ട്? അതായത് രണ്ടും കൂട്ടിയ പോലെ 7 പേര്, 7 സ്റ്റുഡൻസ്. 1 to 30 വരെ സ്കോർ കിട്ടിയ കുട്ടികൾ എത്ര പേരുണ്ട്? ഇത് 3 കൂടെ ആഡ് ചെയ്യുക. 3 plus 4 7, 7 plus 30 20. 1 തൊട്ട് 40 വരെയുള്ള എത്ര കുട്ടികളുണ്ട്? അപ്പൊ 1 തൊട്ട് 40 ഒരു 4 വരെ ആഡ് ചെയ്യുക. 3 plus 4 plus 13 plus 7. ഇവിടെ വരെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 20യുടെ കൂടെ 7 ആഡ് ചെയ്തു, 27. ഇനി 50 വരെക്ക് എത്ര കുട്ടികളുണ്ട്? 27 plus 3 30. അപ്പൊ ഇവിടെ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന നമ്പർ എന്തായിരിക്കും? നമ്മുടെ ടോട്ടൽ ഫ്രീക്വൻസി ആയിരിക്കും. ഇതല്ല, ഈ നമ്പർ ഇവിടെ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഇവിടെ ചെയ്തത് തെറ്റിയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പൊ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു ഡാറ്റ ആവുമ്പോ 1 to 10, 11 to 20 ഇങ്ങനെ താഴേക്കുള്ള ഡാറ്റ ആവുമ്പോ എങ്ങനെ ചെയ്യാം? നമ്മള് 3 ആദ്യം എഴുതി, പിന്നെ 3 plus 4 ആഡ് ചെയ്തു, പിന്നെ അപ്പൊ 7 കിട്ടി. 7ന്റെ കൂടെ ഈ നമ്പർ അടുത്ത ഫ്രീക്വൻസി ആഡ് ചെയ്തു, പിന്നെ അടുത്ത ഫ്രീക്വൻസി ആഡ് ചെയ്തു, അടുത്ത ഫ്രീക്വൻസി ആഡ് ചെയ്തു. അത്രേ ഉള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ നമ്പർ അങ്ങനെ തന്നെ എഴുതി, അടുത്ത ഫ്രീക്വൻസി ആഡ് ചെയ്യുക, പിന്നത്തെ ഫ്രീക്വൻസി ആഡ് ചെയ്യുക, പിന്നത്തെ ഫ്രീക്വൻസി ആഡ് ചെയ്യുക, പിന്നത്തെ ഫ്രീക്വൻസി ആഡ് ചെയ്യുക. ഇതാണ് ലെസ് ദാൻ CF അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇനി ഡാറ്റ തിരിച്ചു വരും. ഇപ്പൊ 41 to 50 മുകളിലേക്ക്, 31 to 40 അങ്ങനെ തിരിച്ചു വരുമ്പോ ഇവിടെ നമ്മൾ കൂട്ടി കൂട്ടിട്ടല്ലേ വന്നേ, അവിടെ ആവുമ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് വരും. അങ്ങനെ ചോദിക്കാറില്ല. ഇനിയിപ്പോ അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണം, അത് അവിടെ നിൽക്കട്ടെ. ഇത് ക്ലിയർ ആയല്ലോ? ഫ്രീക്വൻസീസ് ആഡ് ചെയ്ത് പോവാം. ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ലാസ്റ്റ് ഈ n തന്നെയാണ് വന്നതെങ്കിൽ ഓക്കെ, കറക്റ്റ് ആയിരിക്കും. അപ്പൊ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ കണ്ടുവച്ചു, N/2 നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കുക? മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ N/2 എത്രയാണോ
അതിന്റെ അടുത്ത് കിടക്കുന്ന സ്കോർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ നോക്കുക. അപ്പോ ഞാൻ ഇത് മാറ്റിയാണ് കുറച്ചും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. 3 ഇവിടെ 7 ഇവിടെ 20. ഓക്കെ, നോക്കൂ, നമ്മുടെ n/2 ഈ n/2ന്റെ അടുത്ത് കിടക്കുന്ന അതിനപ്പുറത്തേക്ക് കേട്ടാ, താഴത്തേക്ക് വരണ്ട. അതായത് ഇവിടെ എത്രയാണ്? 15 ആണ്. ഈ 15 കഴിഞ്ഞ് തൊട്ടടുത്ത് കിടക്കുന്ന സ്കോർ ഏതാണുള്ളതെന്ന് സി എഫിലേക്ക് നോക്കൂ. ഇതാണ് സി എഫ് അല്ലെ. 15ന്റെ അടുത്ത് കിടക്കുന്ന നമ്പർ ഏതാണ്? ഇവൻ അല്ലെ, 20. അപ്പോ ഈ ക്ലാസ് ആണ് എന്ത്? മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പണിയൊന്നുമില്ല, പിന്നെ വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേ വേണ്ടുള്ളൂ. അപ്പൊ മീഡിയൻ ക്ലാസ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നമ്മള് ആദ്യം ഡാറ്റ എഴുതി വെച്ചു, അതിനുശേഷം സി എഫ് കാണുക. സി എഫ് കാണുമ്പോൾ ഫ്രീക്വൻസീസ് ആഡ് ചെയ്ത് പോവുക. ആദ്യത്തെ ഫ്രീക്വൻസി അങ്ങനെ തന്നെ എഴുതി, നെക്സ്റ്റ് വൺ ആഡ് ചെയ്തു, നെക്സ്റ്റ് വൺ ആഡ് ചെയ്തു, അങ്ങനെ ആഡ് ചെയ്ത് പോയി. എന്നിട്ട് എന്ത് ചെയ്തു? n/2 കണ്ടു. n/2 എത്രയാണ്? 15. ആ 15ന്റെ അടുത്ത് കിടക്കുന്ന 15ഉം ആവാം, അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത്, അത് കഴിഞ്ഞു വരുന്ന നമ്പർ ആയാൽ നല്ലത്, കുറച്ചും കൂടെ അടുത്ത് കിടക്കുന്നത്. അപ്പൊ കണ്ടോ, ഏതാണ് അടുത്ത് കിടക്കുന്നത്? 7 അല്ലല്ലോ 15ന്റെ അടുത്ത് കിടക്കുന്നത്, 20 അല്ലേ തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ. അപ്പൊ നമ്മൾ 20 എടുത്തു. അപ്പൊ ഏകദേശം ആ ക്ലാസ്, നമ്മൾ ആ ക്ലാസ്സിനെ വിളിക്കുന്ന പേരെന്താ? മീഡിയൻ ക്ലാസ്. അവൻ എവിടെയായിരിക്കും? ഈ ഡാറ്റയുടെ മിഡിലുള്ള ക്ലാസ് ആയിരിക്കും. നോക്കി നോക്കൂ, ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം കണ്ടുപിടിക്കും. ഇതാണ് മീഡിയൻ ക്ലാസ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ മീഡിയൻ ക്ലാസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഫോർമുലയില് അപ്ലൈ ചെയ്യാം. അപ്പൊ അതിനു മുന്നേ ഓരോ ടേമുകളും കണ്ടുപിടിക്കാം. എം എന്താണ്? എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞത്? ലോവർ ലിമിറ്റ് ഓഫ് ദി മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. ഇതാണ് മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് ഏതാണ്? 21 ആണ് അല്ലെ. ഇവിടെയാണ് ഞാനൊരു സൂത്രപ്പണി പറഞ്ഞത്. നമ്മുടെ ഡാറ്റ കണ്ടിന്യൂസ് അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഡാറ്റ തന്നു കഴിഞ്ഞാല് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ മെയിൻ സ്റ്റാറ്റിക് എടുത്ത് പഠിക്കുന്നവര് അല്ലെങ്കിൽ സബ്സിഡിയറി സ്റ്റാറ്റിക് എടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യുക, ഈ ഡാറ്റയെ ആദ്യം കണ്ടിന്യൂസ് ആക്കും. എങ്ങനെയാ കണ്ടിന്യൂസ് ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 കുറയ്ക്കും, അപ്പർ ലിമിറ്റിൽ നിന്ന് 0.5 കൂട്ടും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഡാറ്റയെ കണ്ടിന്യൂസ് ആക്കും. ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 കുറയ്ക്കും. അപ്പൊ എങ്ങനെയായിരിക്കും ഈ ഡാറ്റ? ഒന്ന് നമുക്ക് എഴുതി നോക്കി നോക്കാം. 1 ൽ നിന്ന് 0.5 കുറച്ച് കഴിഞ്ഞാല് 0.5 ടു എത്രയാ? 10.5. പിന്നെയോ 10.5 ടു 20.5. പിന്നെയോ 20.5 ടു 30.5. 30.5 ടു 40.5. 40.5 ടു 50.5. കണ്ടോ? ഇപ്പൊ നോക്കൂ, ഡാറ്റ കണ്ടിന്യൂസ് ആയില്ല, ഇതാ സെയിം ആയി വന്നു. ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടാണ് ഇത് ചെയ്യാറ്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 കുറയ്ക്കുക, അപ്പർ ലിമിറ്റിൽ നിന്ന് 0.5 കൂട്ടുക. ഇനി ആ ഒരു പ്രൊസീജിയർ നിങ്ങൾ മറക്കുകയാണെങ്കിൽ എന്ത് ശ്രദ്ധിച്ചാൽ മതി? നമ്മൾ ലോവർ ലിമിറ്റ് എടുക്കുമ്പോൾ ഡാറ്റ കണ്ടിന്യൂസ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ആ ലോവർ ലിമിറ്റിൽ നിന്ന് ഒരു 0.5 കുറയ്ക്കുക. അപ്പൊ ഇവിടെ എത്രയാണ്? 21 ആണ്. ഒരു 0.5 കുറച്ച് 21 അര പോയി എത്രയാ? 20 അതായത് 20.5. കണ്ടോ? അപ്പൊ ഇങ്ങനെ എഴുതാനായിട്ട് നിങ്ങൾക്ക് ചിലപ്പോ മറക്കുകയോ അല്ലെങ്കിൽ മടി ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും ആവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു സൂത്രമാണ് ഇത്. കാരണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചിലർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പൊ ഞാൻ ഇതാണ് ചെയ്യാറ്. ഡാറ്റ കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡാറ്റ കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡാറ്റ കണ്ടിന്യൂസ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 21 ൽ നിന്ന് 0.5 കുറയ്ക്കുക. അപ്പൊ LM is equal to 20.5. ഇനി ഡാറ്റ കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ ഇവിടെ 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50 അങ്ങനെയാണെങ്കിലോ ഒന്നും ചെയ്യണ്ട. ഈ മീഡിയൻ ക്ലാസ് എടുക്കുക. ഇവിടുത്തെ നമ്പർ എത്രയാണ്? 20 ആണെങ്കിൽ ആ 20 തന്നെ എടുക്കുക. കേട്ടോ? 0.5 നമ്മൾ എപ്പോഴാണ് കുറയ്ക്കേണ്ടത്? ഡാറ്റ കണ്ടിന്യൂസ് അല്ലാത്തപ്പോൾ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കും. അപ്പൊ LM കിട്ടി. n/2 നമുക്ക് അറിയാം അല്ലെ. n/2 എത്രയാണ്? 15. പിന്നെയോ CFM.
CFM എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അപ് ടു ദി മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിന്റെ തൊട്ട് മുന്നത്തെ ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഏതാ നമ്മുടെ മീഡിയൻ ക്ലാസ്? ഇതാണ് അല്ലെ? ഇതിന് തൊട്ട് മുൻപിലത്തെ CF എന്ന് പറഞ്ഞാൽ ആരാണ്? ഇയാൾ. അപ്പൊ എത്രയാണ് CF? 7. ഇനി അടുത്തത് എന്താണ്? ഡിവൈഡഡ് ബൈ FM. FM എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഫ്രീക്വൻസി ഓഫ് ദി മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി. ഏതാ മീഡിയൻ ക്ലാസ്? ഇതാണ് മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി ഏതാണ്? ഇതാ 13. ഇനി I എത്രയാണ്? I എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈസ് ഓഫ് ക്ലാസ് ഇന്റർവൽ അല്ലെ? എത്രയാണ് സൈസ് ഓഫ് ക്ലാസ് ഇന്റർവൽ? 1. എന്ത് ചെയ്താൽ മതി? ക്ലാസ് ഇന്റർവെലിന്റെ സൈസ് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അപ്പർ ലിമിറ്റിൽ നിന്ന് ലോവർ ലിമിറ്റ് കുറയ്ക്കുക. ഇതാ ഇവിടെ നോക്കൂ, 10 - 1 10 അല്ലെ? അല്ല സോറി, 10 - 1 അല്ല. ഈ ഡാറ്റയെ കണ്ടിന്യൂസ് ആക്കിയിട്ട് അതിന് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ നമുക്കിവിടെ 0.5 - 10.5 അല്ലേ? അപ്പൊ അതിൽ നിന്ന് കുറച്ച് നോക്കി നോക്കൂ. 10.5 - 0.5 10 വരെ പോയാ എത്രയാണ്? 10. ഓക്കെ, അപ്പൊ ഡാറ്റ കണ്ടിന്യൂസ് ആക്കിയിട്ട് വേണം സൈസ് കാണാനായിട്ട് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് നോക്കിയാൽ മതി. മിഡ് പോയിന്റ് നോക്കുക. മിഡ് പോയിന്റ് എത്രയാണ്? ഇതിന്റെ 5.5 അല്ലെ? ഇതിനകത്ത് എത്രയാണ്? 15.5. ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. 1 to 10 11 to 20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 അല്ലെ? ഇനി ഇതൊന്നുമില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ ക്ലാസ് ഇന്റർവെൽ ഉണ്ടാവും. 1 2 3 4 5 6 7 8 9 10. അപ്പൊ എത്രയാ? 10. ഓക്കെ, അതാണ് ഞാൻ ഇപ്പൊ തന്നെ കൈമൊക്കെ വെച്ചിട്ട് കാണിച്ചു തന്നത്. അപ്പൊ I എന്താണ്? 10. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്കിനി ഫോർമുലയില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ചെറിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം, നോക്കിക്കോളൂ. മീഡിയൻ ഇസ് ഈക്വൽ ടു LM + N/2 - CFM ഡിവൈഡഡ് ബൈ FM × I. ആദ്യം നമ്മൾ ഡാറ്റ എഴുതി, ഫ്രീക്വൻസി എഴുതി. നെക്സ്റ്റ് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുന്നു. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെയാണ് കാണുക? ആദ്യത്തെ ഫ്രീക്വൻസി അവിടെ തന്നെ എഴുതി, പിന്നെ ഓരോ ഫ്രീക്വൻസിയും ആഡ് ചെയ്യുക. 3 + 4 7, പിന്നെ 13 ആഡ് ചെയ്തു, 7 ആഡ് ചെയ്തു, 3 ആഡ് ചെയ്തു, അങ്ങനെ ടോട്ടൽ ഫ്രീക്വൻസി നമുക്ക് ഇവിടെ ലാസ്റ്റ് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമുക്ക് n/2 കാണണം. n/2 എത്രയാണ്? 30 / 2 15. മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാനായിട്ട് n/2 എത്രയാണോ അതോ അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്കോർ എവിടെ നോക്കണം? CF നോക്കണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ നോക്കുക. അപ്പൊ ഇതാ ഇവിടെ കണ്ടു. ഇതാണ് എന്ത്? മീഡിയൻ ക്ലാസ്. ഇതാണ് മീഡിയൻ ക്ലാസ്. അപ്പൊ ഇതാണ് മീഡിയൻ ക്ലാസ് എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഓരോരുത്തരെ കണ്ടുപിടിക്കാം. LM = ഡാറ്റ കണ്ടിന്യൂസ് അല്ലാത്തത് കൊണ്ട് 0.5 കുറച്ചു, 20.5. n/2 is 15. CFM എന്ന് പറയുന്നത് എന്താണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അപ് ടു ദി മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിന്റെ തൊട്ട് മുന്നിലുള്ള ഫ്രീക്വൻസി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി മീഡിയൻ ക്ലാസ് ഇതാണ്. തൊട്ട് മുന്നിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 7. FM എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി ഓഫ് ദി മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി. ഇതാണ് മീഡിയൻ ക്ലാസ്. ഇതിന്റെ ഫ്രീക്വൻസി 13. I എന്താണ്? സൈസ് ഓഫ് ക്ലാസ് ഇന്റർവെൽ 10. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ശ്രദ്ധിക്കാം, തെറ്റിക്കരുത്. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നോക്കാം. മീഡിയൻ ഇസ് ഈക്വൽ ടു LM എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 20.5 പ്ലസ് n/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15. 15 മൈനസ് 7 ഡിവൈഡഡ് ബൈ 13 ഇൻറ്റു 10 അല്ലെ? 20.5 പ്ലസ് n/2 is 15 minus CFM 7 divided by FM 13 into 10. Okay, which is equal to 20.5 plus ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് ആദ്യം ക്ലിയർ ചെയ്യാം, എന്നിട്ട് ബാക്കി ആഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ പാടുള്ളൂ. 15 മൈനസ് 7 എത്രയാണ്? 8. 8 ബൈ അടിയിൽ എന്താണുള്ളത്? 13 ഇൻറ്റു, ഇനി നമുക്ക് ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല, ഇൻറ്റു 10. ഓക്കെ, അപ്പൊ ഈ 20.5നെ ഒന്നും ചെയ്യണ്ട. ലാസ്റ്റ് ഈ ഭാഗം ക്ലിയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു നമ്പർ കിട്ടും. ആ നമ്പർ എത്ര വരയ്ക്ക് ഇവനെ ഇങ്ങനെ തന്നെ എഴുതി പോവാം. ഓക്കെ, 20.5 പ്ലസ്
ബ്രാക്കറ്റിലെ 15 മൈനസ് 7 നമ്മൾ സബ്ട്രാക്ട് ചെയ്തു, 8 കിട്ടി. 8/13 അങ്ങനെ തന്നെ എഴുതി ഇൻറ്റു 10. ഓക്കെ, ഇനി ഇങ്ങനെ തുടങ്ങണ്ട, അവിടെ വെക്കുക. 20.5 പ്ലസ് ഈ സംഭവം എങ്ങനെയാ ചെയ്യാം? ഈ 10 എവിടെയാ കിടക്കുന്നത്? മുകളിലല്ലേ. 8ഉം എവിടെയാ കിടക്കുന്നത്? മുകളിലാണ്. ഇവരുടെ ഇടയിലുള്ള ചിഹ്നം എന്താണ്? ഇൻറ്റു ആണ്. എന്ത് ചെയ്യണം അപ്പൊ? 8 into 10 കാണണം. 8 into 10 എത്രയാ? 80 divided by 13. ഇനി എന്ത് ചെയ്യാം? 18 13 കൊണ്ട് ഹരിക്കുക. അപ്പൊ എത്ര കിട്ടും? ഇത് അതുപോലെ തന്നെ എഴുതാം. 20.5 plus 80 divided by 13. 80 13 എത്ര പ്രാവശ്യം പോവും? 78. 20 അല്ലെ, 78 20 1 13 70 വീണ്ടും 5 പ്രാവശ്യം 6.15 അല്ലെ. 80/13 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6.15. അപ്പൊ ഈ 80 നമ്മൾ 13 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ നമുക്ക് 6.15 കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. ഇപ്പൊ കണ്ടോ? അപ്പൊ ഈ 20.5 നമ്മൾ ഒന്നും ചെയ്തില്ല, അത് അങ്ങനെ കൈപിടിച്ച് നിന്നു. 20.5 അവിടെ നിർത്തി, ഈ ബ്രാക്കറ്റിനെ ക്ലിയർ ചെയ്തു, ആദ്യം ഇവിടെ സബ്ട്രാക്ട് ചെയ്തു, 8/13 കിട്ടി. പിന്നെ എന്ത് ചെയ്തു? ഇവിടെ ഇൻറ്റു 10 ഉണ്ടായിരുന്നു, ആ 10നെ ഇവിടെ ഏതാണോ നമ്പർ ആ നമ്പറിനെ ആഡ് ചെയ്യാം. മുകളിലുള്ള രണ്ടുപേരെയും വെച്ച് ആഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യണു? 13 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആ ഒരു ആൻസർ നമുക്ക് നമ്പറിന്റെ ഫോമിൽ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 20.5 പ്ലസ് 6.15 ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. 20.5 പ്ലസ് 6.15. 6 ഇവിടെ എഴുതാം, 0.15 ഇങ്ങനെ വേണം എഴുതാനായിട്ട്, തെറ്റിക്കരുത്. ഇനി ഇവിടെ 5 6 26 which is equal to 26.65. ഇതാണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ അരിത്തമെറ്റിക് മീനിന്റെ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ഈസി അല്ല, ഫോമുലയൊക്കെ കുറച്ച് ബൈഹാർട്ട് ചെയ്യണം. നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല എന്നുള്ളവര് ഇത് നോക്കണ്ട, അൺക്യൂപ്ഡ് ഡാറ്റയുടെ ഫോമുല മാത്രം പഠിച്ചാൽ മതി. അല്ല, ഞങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാം, ഞങ്ങളൊന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതുണ്ടെങ്കിൽ എന്തായാലും ഇത് പഠിച്ചു നോക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ഫോമുല മറക്കാതെ പഠിക്കുക. ഫോർമുലയെങ്കിലും നിങ്ങൾ എഴുതി വെക്കുക. സാധാരണഗതിയിലെ എക്സാമിന് ഒന്നുകിൽ മെയിൻ അല്ലെങ്കിൽ മീഡിയൻ അല്ലെങ്കിൽ മോഡ്, ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ ചോദിക്കാറുണ്ട്. മിക്കവാറും മീനാണ് ചോദിക്കാറ്, പക്ഷെ ചിലപ്പോൾ മീഡിയനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ചോദിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഫോർമുല കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ക്ലിയർ ആയെന്ന് വിചാരിക്കും. അപ്പൊ ഇതാണ് ഒരു ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ മീഡിയൻ കാണാനുള്ള ഫോർമുല. ആ ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. ഇനി നോക്കൂ, നമുക്ക് ആൻസർ കിട്ടിയത് എത്രയാ? 26.65 ആണ് അല്ലെ. ഇതേ ഡാറ്റയുടെ അരിത്തമെറ്റിക് മീൻ നമ്മൾ കണ്ടിരുന്നു, അതും നമുക്ക് കിട്ടിയത് എത്രയാ? 26.5 ആണെന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ അരിത്തമെറ്റിക് മീൻ 26.5, മീഡിയൻ 26.65. അപ്പൊ മോഡും എന്തായിരിക്കും? ഏകദേശം ഈ ഒരു സ്കോർ ആയിരിക്കണം അല്ലെ. ആയിരിക്കൂലോ, കാരണം എന്താണ്? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസ് ആണ് ആര്? മീൻ, മീഡിയൻ, മോഡ്. അപ്പൊ അവര് 3 പേരും ഏകദേശം ഈക്വൽ ആയിരിക്കും. എക്സാക്ട് ആയിരിക്കില്ല, 26 പോയിന്റ് അങ്ങനെ ഏകദേശം ഈക്വൽ ആയിരിക്കും. എക്സാക്ട് ആവണമെങ്കിൽ അത്രയും നോർമൽ ക്ലാസ് റൂമിലുള്ള സ്കോർസ് ഒക്കെ ആയിരിക്കും. അപ്പൊ മീൻ, മീഡിയൻ, മോഡിന്റെ സ്കോർസ് എന്തായിരിക്കും? ഏകദേശം തുല്യമായിരിക്കും, ഏകദേശം കേട്ടോ. അപ്പൊ ഇതാണ് മീഡിയൻ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മോഡ് എന്താണ്. അപ്പൊ ഓക്കെ, താങ്ക് യു.